ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനി മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. സുരാജും ഷറഫുദ്ദീനുമെല്ലാം കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പടക്കളം എന്ന ചിത്രം കണ്ടതിന് ശേഷം എനിക്കതിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ സ്പോയിലറായി പോകണമെന്നുണ്ടെങ്കിൽ ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീട്ടിലേക്ക് വരാം. ഒന്ന്, ചിത്രത്തിന്റെ തുടക്കത്തിൽ പ്രവീൺ എന്ന ക്യാരക്ടർ ആ HODയെ പൂട്ടിയിട്ടിരിക്കുന്നതായി പറയുന്നുണ്ട്. പിന്നീട് രഞ്ജിത്ത് എന്ന ഷറഫുദ്ദീന്റെ ക്യാരക്ടർ ആ ഗെയിം ഉപയോഗിച്ച് സുരാജിന്റെ ഷാജി എന്ന ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് ആ സ്ക്രീനിലായി പ്രവീൺ എന്ന ക്യാരക്ടർ അവിടെയുള്ള സെക്യൂരിറ്റിയുടെ കയ്യിലേക്ക് തട്ടുന്നതായി കാണാം. സോ ഇത് ആ ഒരു HODയെ പൂട്ടിയിട്ടിരുന്ന ആ ഒരു താക്കോൽ കൈമാറുന്നതായിട്ടാണ് കാണിക്കുന്നത്. കൂടാതെ പിന്നീട് വരുന്ന ഷൂട്ടുകളിൽ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നിരിക്കുന്ന HOD മുതിർന്ന പ്രൊഫസറോട് കൈകൊടുത്ത് മാപ്പ് പറയുന്നതായിട്ടും അപേക്ഷിക്കുന്നതായിട്ടും കാണാം. 2, ചിത്രത്തിന്റെ തുടക്കത്തിൽ 3 രാജാക്കന്മാരായിരുന്നു ആ ഗെയിമിന് വേണ്ടി പോരാടിയിരുന്നതെന്ന് കാണിക്കുന്നുണ്ട്. ആദിത്യ മഹാരാജാവ്, ടിപ്പു സുൽത്താൻ, കാർത്തിക് തിരുനാൾ രാജാവ്. സോ ഇവരെ തന്നെയാണ് പിന്നീട് പ്രസന്റിലെ ആ ജിതിലൂടെയും ഷാജിയിലൂടെയും രഞ്ജിത്തിലൂടെയും കാണിച്ചിരിക്കുന്നത്. ഇതിൽ ആദിത്യ മഹാരാജാവ് എന്ന ക്യാരക്ടർ സൂചിപ്പിക്കുന്നത് രഞ്ജിത്തിനെയാണ്. കാരണം ആദിത്യ മഹാരാജാവ് ഈ ഒരു ഗെയിം കിട്ടിയതിനു ശേഷം ഒരുപാട് ദുഷ്ടപ്രവർത്തികളും മറ്റും ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് രഞ്ജിത്ത് എന്ന ക്യാരക്ടർ ആ ഒരു ഗെയിം വെച്ചുകൊണ്ട് ഒരുപാട് തെറ്റുകളും മറ്റും ചെയ്യുന്നത്. അതിലൂടെ ആ ഒരു കോളേജിന്റെ തലപ്പത്തേക്ക് ഒരു രാജാവിനെ പോലെ ആകാനാണ് രഞ്ജിത്ത് സാർ ശ്രമിക്കുന്നത്. കൂടാതെ ഇവർ രണ്ടുപേരുമാണ് പാസ്റ്റിലും പ്രസന്റിലും ആദ്യം അത് കൈവശം വെക്കുന്ന ആളുകൾ. പിന്നീട് രണ്ടാമത് വരുന്ന ഈ ആദിത്യ മഹാരാജാവിന്റെ കയ്യിൽ നിന്നും രണ്ടാമതായി ഇത് നേടിയെടുക്കുന്നത് ടിപ്പു സുൽത്താനാണ്. ഈ ടിപ്പു സുൽത്താൻ സൂചിപ്പിക്കുന്നത് ഇവിടെയുള്ള ജിതിനെയാണ്. കാരണം ടിപ്പു സുൽത്താനെ പറ്റി പറയുന്ന സമയത്ത് ആദ്യമായി കാണിക്കുന്നത് അയാളുടെ ക്ലോസപ്പ് ഷോട്ടിൽ വരുന്ന കണ്ണുകളാണ്. ഇതുപോലെ തന്നെ ഈ രഞ്ജിത്ത് എന്ന ക്യാരക്ടർ ഈ ഒരു ഗെയിം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാമത് ഈ ഗെയിമിന്റെ പുറകെ പോയിരുന്ന ജിതിനെ അവിടെ വെച്ച് കാണിക്കുന്നത് ഇത്തരത്തിൽ ഒരു കണ്ണിന്റെ ക്ലോസപ്പ് ഷോട്ടിലൂടെയാണ്. എന്റെ പക്കലുള്ള ഈ വസ്തുവിനെ കുറിച്ച് അറിഞ്ഞ് പടയുമായി എത്തിയത് ടിപ്പു സുൽത്താനാണ്. പിന്നീട് വരുന്ന കാർത്തിക തിരുനാൾ മഹാരാജാവ് എന്നത് സുരാജിന്റെ ഷാജി എന്ന ക്യാരക്ടറിനെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഈ കാർത്തിക തിരുനാൾ രാജാവ് അത് നേടിയെടുത്തതിന് ശേഷം മറ്റാർക്കും ഉപദ്രവം ഉണ്ടാകാത്ത രീതിയിൽ അത് ഒളിച്ചു വെക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഇവിടെ ഈ ഷാജി എന്ന ക്യാരക്ടറിനെയാണ് ഇതുപോലെ കുറച്ച് നല്ല മനസ്സുള്ള രീതിയിൽ കാണിച്ചിരിക്കുന്നതും ഈ ഗെയിം അവസാനിപ്പിക്കാനായി ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നതും ശരീരം കൊണ്ടാണെങ്കിലും ഷാജി തന്നെയാണ്. കൂടാതെ അവസാനം ജയിച്ച് ആ സിംഹാസനത്തിലേക്ക് ആ HODയുടെ പോസ്റ്റിലേക്ക് തിരികെ എത്തുന്നതും ഷാജി എന്ന ക്യാരക്ടറാണ്. സോ ഇങ്ങനെ തുടക്കത്തിൽ കാണിച്ചിരിക്കുന്ന ആ 3 രാജാക്കന്മാരെ പോലെ തന്നെയാണ് പിന്നീട് ഈ ജിതിൻ, രഞ്ജിത്ത്, ഷാജി എന്ന ക്യാരക്ടറുകളെ കാണിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ആ ഒരു ഗെയിമിൽ 3 മൃഗങ്ങൾ ഉള്ളതായി കാണിച്ചിട്ടുണ്ട്. ഒരു ആന, ഒരു സിംഹം, ഒരു കുതിര. ഈ 3 മൃഗങ്ങളും ഇതുപോലെ തന്നെ ജിതിനെയും രഞ്ജിത്തിനെയും ഷാജിയുമാണ് സൂചിപ്പിക്കുന്നത്. അതിലെ കുതിര ജിതിനെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഷാജിയും ഒത്തുകൊണ്ട് ഇവർ ആ ഗെയിം കളിക്കാനായി പോകുന്ന സമയം ജിതിൻ പകടെ ഇടുന്ന സമയത്ത് ഈ കുതിരയാണ് മൂവ് ചെയ്യുന്നതായി കാണിക്കുന്നത്. ഇതുപോലെ ഇവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷാജി പകിട ഇടുന്ന ടൈമിൽ അവിടെ ഏത് കരുവാണ് മൂവ് ചെയ്യുന്നതെന്ന് നമ്മളെ കാണിക്കുന്നില്ലെങ്കിലും ബാക്ക്ഗ്രൗണ്ടിലായി ആനയുടെ ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് ആ സമയം ആനയുടെ കരുവാണ് മൂവ് ചെയ്തിരുന്നതെന്ന് കാണിക്കുന്നുണ്ട്. കൂടാതെ ഏറ്റവും അവസാന ഭാഗത്ത് ഈ ഷാജിയുടെ ബോഡി ഗെയിം അവസാനിപ്പിക്കാനായി ശ്രമിക്കുന്ന സമയത്തും ഇതുപോലെ തന്നെ ആ ആനയുടെ കരുവാണ് മൂവ് ചെയ്യുന്നതായി കാണിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മൂന്നാമതായി വരുന്ന രാജാവ് അല്ലെങ്കിൽ ആ ഒരു കിങ് എന്നർത്ഥമുള്ള സിംഹത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നത് രഞ്ജിത്ത് എന്ന ഷറഫുദ്ദീന്റെ ക്യാരക്ടറിനെയാണ്. കാരണം ഒരിക്കൽ സാഫിന്റെ ക്യാരക്ടർ രഞ്ജിത്ത് സാർ പിന്നീട് ജിതിനെ കൺട്രോൾ ചെയ്തു എന്ന് പറയുന്ന സമയത്ത് ജിതിനായിരിക്കുന്ന കുതിരയിൽ നിന്നും ക്യാമറ മൂവ് ചെയ്ത് രഞ്ജിത്തായിട്ടുള്ള സിംഹത്തിലേക്ക് ഫോക്കസ് പോകുന്നതായും കാണാം. രഞ്ജിത്ത് സാർ പിന്നെ ജിതിനെയും കൺട്രോൾ ചെയ്ത്. ഇതുകൂടാതെ ആ ബോഡി സ്വാപ്പിംഗ് ആകുന്ന ടൈമിൽ ഇവർ 3 പേരും തെറിച്ചു പോകുമ്പോൾ ആ 3 മൃഗങ്ങളുടെയും ശബ്ദം ഇവർക്ക് അനുകൂലമായി കൊടുത്തിരിക്കുന്നതായും കാണാം. ഇങ്ങനെ ഈ 3 മൃഗങ്ങളും ഇവിടെയുള്ള ഈ 3 ക്യാരക്ടറുകളെ തന്നെയാണ് സൂചിപ്പിച്ചിരുന്നത്. ഇതുകൂടാതെ ഈ സിനിമയിൽ 3 എന്ന ഈ അക്കത്തെ ഒരുപാട് തവണ യൂസ് ചെയ്തിരിക്കുന്നതായി കാണാം. തുടക്കത്തിൽ കാണിക്കുന്ന ആ 3 രാജാക്കന്മാർ, പിന്നീട് മെയിനായി വരുന്ന ഈ 3 കഥാപാത്രങ്ങൾ, ആ ഗെയിമിലെ 3 കരുക്കൾ, കൂടാതെ പലപ്പോഴും ആ ഗെയിമിൽ പകിടകൾ ഇടുന്ന സമയത്ത് അതിന്റെ തുകയായി കിട്ടിക്കൊണ്ടിരിക്കുന്നത് 3 എന്ന് തന്നെയാണ്. ആകെ 1-2 വട്ടം മാത്രമേ അതിൽ ചെറിയ വ്യത്യാസം വരുന്നതായി കാണിക്കുന്നുള്ളൂ. അല്ലാത്ത എല്ലാ സമയങ്ങളിലും 3 എന്ന അക്കം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്.
ഇതുകൂടാതെ ഏറ്റവും ഒടുവിൽ ഷറഫുദ്ദീൻ ആ പകട എറിഞ്ഞുകൊണ്ട് സുരാജിന്റെ കയ്യിലേക്ക് കൊടുക്കുന്ന സമയത്ത് 3 ഇട്ട് കളി അവസാനിപ്പിക്കടാ എന്നാണ് പറയുന്നത്. അതും പോരാഞ്ഞ് DC-യുടെ 3 ജോക്കർമാരെ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. നായകനുമായി സംസാരിക്കാനായി 3 തവണ നായകന്റെ അടുത്തേക്ക് വരുന്നതായിട്ടും കാണിച്ചിട്ടുണ്ട്. കൂടാതെ നായകന്റെ കൂട്ടുകാരുടെ സഹായികളുടെ എണ്ണവും 3 ആണെന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇങ്ങനെ ഈ ചിത്രത്തിൽ 3 എന്ന അക്കത്തെ പല രീതിയിൽ യൂസ് ചെയ്തിരിക്കുന്നതായി കാണാം. ഇനി ഇവരുടെ മുറികൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവരൊരു DC ഫാൻ ആയതുകൊണ്ട് തന്നെ ബാറ്റ്മാന്റെയും ജോക്കറിന്റെയും അത്തരത്തിലുള്ള ഒരുപാട് ചിത്രങ്ങളും ശില്പങ്ങളും മറ്റും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതുകൂടാതെ റോബർട്ട് ഡൗണി ജൂനിയറിന്റെ ഷെർലക് ഹോംസ് എന്ന ചിത്രത്തിന്റെയും സ്റ്റാർ വാർസിന്റെയും അത്തരത്തിലുള്ള പല സിനിമകളുടെയും പോസ്റ്ററുകളും ഇവരുടെ മുറിയിൽ കൊടുത്തിരിക്കുന്നതായി കാണാം. ഇതുകൂടാതെ ഇവർ സിനിമാ പ്രേമികളായതുകൊണ്ട് ഇവരുടെ ആ ഒരു ലാപ്ടോപ്പിന്റെ പാസ്വേഡായി കൊടുത്തിരിക്കുന്നത് 20-ാം നൂറ്റാണ്ടെന്ന ചിത്രത്തിലെ മോഹൻലാലിന്റെ 2255 എന്ന ഡയലോഗാണ്. അതോടൊപ്പം ചിത്രം ഏറ്റവും ഒടുവിലേക്ക് എത്തുന്ന സമയത്ത് സുരാജിന്റെ ക്യാരക്ടർ പറയുന്ന ഇവിടെ വെച്ചാണ് നമ്മുടെ എൻഡ് ഗെയിം എന്നതും ഇൻഫിനിറ്റി വാറിൽ ഡോക്ടർ സ്ട്രേഞ്ച് ഉപയോഗിക്കുന്ന ആ ഒരു ഡയലോഗിനെയും പിന്നീട് അതിന്റെ തുടർച്ചയായി വന്ന എൻഡ് ഗെയിം എന്ന ചിത്രത്തെയും സൂചിപ്പിക്കുന്നത് പോലെയാണ്. മറ്റൊരു പ്രധാന കാര്യമാണ് ഇവരുടെ ഡ്രസ്സുകളിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിലുകൾ. അതായത് രഞ്ജിത്ത് എന്ന ഷറഫുദ്ദീന്റെ ക്യാരക്ടർ സിനിമയുടെ തുടക്ക ഭാഗങ്ങളിൽ പച്ച നിറത്തിലുള്ള ഡ്രസ്സുകളാണ് കൂടുതലായി യൂസ് ചെയ്തിരുന്നതായി കാണിച്ചിരുന്നത്. എന്നാൽ ബോഡി സ്വാപ്പിംഗ് നടന്നതിന് ശേഷം ഈ രഞ്ജിത്തിന്റെ ആത്മാവ് ജിതിന്റെ ശരീരത്തിൽ കയറിയതിനു ശേഷം ഈ ഒരു ക്യാരക്ടർ സ്ഥിരമായി പച്ച നിറത്തുള്ള ഡ്രസ്സുകൾ ധരിക്കുന്നതായി കാണാം. അതുപോലെ തന്നെ ചിത്രത്തിന്റെ തുടക്ക ഭാഗങ്ങളിൽ ഷാജി എന്ന ക്യാരക്ടർ നീല നിറത്തിലുള്ള ഡ്രസ്സുകൾ ധരിക്കുന്നതായും പിന്നീട് ഷാജിയുടെ ആത്മാവ് കയറുന്ന രഞ്ജിത്തിന്റെ ശരീരം ഇതേ നിറത്തിലുള്ള ഡ്രസ്സുകൾ ധരിക്കുന്നതായും അതുപോലെ തന്നെ ജിതിൻ എന്ന ക്യാരക്ടർ ചിത്രത്തിന്റെ തുടക്ക ഭാഗങ്ങളിൽ ചുവപ്പ് നിറമോ പിങ്ക് നിറമോ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നതായും പിന്നീട് ആ ആത്മാവ് കയറുന്ന ഷാജിയുടെ ശരീരം ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതായും കാണാം. ഇതുപോലെ തന്നെ സാഫിന്റെ ക്യാരക്ടർ ഒരു ബാറ്റ്മാൻ ഫാൻ ആയതുകൊണ്ട് തന്നെ ചിത്രത്തിൽ ഉടനീളം ഈ ഒരു ക്യാരക്ടർ കറുപ്പ് നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. കൂടാതെ ഇങ്ങനെ ഒരു ബാറ്റ്മാൻ ഫാൻ ആയതുകൊണ്ടാണ് ഇയാൾ തന്നെ കരണ്ട് കളഞ്ഞ് ഇരുട്ടാക്കാനായി ശ്രമിക്കുന്നത്. അതുപോലെ ബാറ്റ്മാൻ ഒരു ഡിറ്റക്റ്റീവ് ആയതുകൊണ്ടാണ് ഈ ഒരു ക്യാരക്ടർ വളരെ ബ്രില്യൻ്റായി ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് കണ്ടെത്തുന്നതായും കാണിക്കുന്നത്. അതുപോലെ തന്നെ നകുൽ എന്ന ക്യാരക്ടറും സിനിമയിൽ ഉടനീളം ബ്ലൂ ഷെയ്ഡിലുള്ള ഡ്രസ്സുകൾ ധരിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ചിത്രത്തിന്റെ തുടക്കത്തിൽ അരുൺ പ്രദീപിന്റെ റംസാൻ എന്ന ക്യാരക്ടർ ഒരു ടീഷർട്ട് ഓർഡർ ചെയ്യുന്നതായും പിന്നീട് അത് കോളേജിലെ അഡ്രസ്സിലേക്ക് കൊണ്ടുവരാൻ പറയുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പിന്നീട് ഈ ഒരു ടീഷർട്ടാണ് ആ ഒരു ഗ്രീൻ ലാൻഡേൺ ലോഗോയോടുകൂടി കൊണ്ടുവരുന്നതായി കാണിച്ചിരിക്കുന്നത്. കൂടാതെ ഇവിടെ തന്നെ തോന്നിയിട്ടുള്ള ഒരു ചെറിയ മിസ്റ്റേക്ക്, ഈ ഒരു ടീഷർട്ട് കാണിക്കുന്ന സമയത്ത് അതിലെ ആ ഒരു വട്ടത്തിനുള്ളിൽ ഏകദേശം അതിന്റെ വലിപ്പത്തിനോട് അടുത്ത് നിൽക്കുന്ന രീതിയിലാണ് ആ ഗ്രീൻ ലാൻഡേൺ ലോഗോ ഉള്ളതായി കാണിച്ചിരിക്കുന്നത്. അരുൺ പ്രദീപ് അതിട്ടുകൊണ്ട് ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്തും ആദ്യ ഭാഗത്തെല്ലാം അങ്ങനെ തന്നെയാണ് കാണിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അതിൽ നിന്നും ആ ഒരു വെളിച്ചം വരുന്നതായി കാണിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു പുറത്തുള്ള വട്ടം വലുതായിരിക്കുന്നതായും ഗ്രീൻ ലാൻഡേൺ ലോഗോ അതിൽ നിന്നും വളരെ ചെറുതായിട്ടിരിക്കുന്നതായിട്ടുമാണ് കാണിച്ചത്. സോ അവിടെ വെച്ച് വെളിച്ചം കൂടുതൽ വരുന്ന രീതിയിൽ കാണിക്കാൻ വേണ്ടിയാകാം ആ ഒരു സമയത്ത് അത്തരത്തിൽ അവർ വ്യത്യാസപ്പെടുത്തി കാണിച്ചത്. എന്നാലും അത് അവിടെ വന്നിട്ടുള്ള ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് ആണ്. ഈ 4 പേരെയും കാണിക്കുന്ന സമയത്ത് ഇവർ ആ ഒരു CAD ലാബിൽ വെച്ച് 3D ഡിസൈൻ പ്രിന്റ് ചെയ്യുന്നതായി കാണിച്ചിട്ടുണ്ട്. പിന്നീട് ഇതേ കാര്യം തന്നെ ഇവർ വീണ്ടും യൂസ് ചെയ്ത് കീ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിട്ടും കാണാം. അതുകൊണ്ട് തന്നെ ഇവരുടെ റൂമിലിരിക്കുന്ന പല കാര്യങ്ങളും മിക്കവാറും ഇവർ ആ 3D പ്രിന്റർ വെച്ച് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലാക്കാം. ജിതിൻ എന്ന ക്യാരക്ടറിന്റെ രക്തം ആ ഒരു ഗെയിം ബോർഡിലേക്ക് വരുന്നതായി കാണിച്ചിട്ടുണ്ട്. സോ അതെങ്ങനെയാണ് വന്നതെന്ന് വ്യക്തമായി കാണിക്കുന്നില്ലെങ്കിലും ജിതിനും റംസാനും ആ ഒരു ബസ്സിൽ ഇരിക്കുന്ന സമയത്ത് ജിതിൻ നഖം കടിച്ചുകൊണ്ടിരിക്കുന്നതായും പെട്ടെന്ന് റംസാൻ തള്ളുകയും ചെയ്യുമ്പോൾ ജിതിൻ കൈ വേദന എടുക്കുന്നതായി കാണിക്കുന്നുണ്ട്. സോ ഈ ഒരു അവസരത്തിൽ ജിതിന്റെ കൈ മുറിഞ്ഞിരിക്കാമെന്നും ആ ബോർഡ് പുറത്തേക്ക് വലിച്ചെടുത്തപ്പോഴോ തിരിച്ചകത്തേക്ക് വെക്കുന്ന ടൈമിലോ ആകാം ആ ബ്ലഡ് അവിടെ പതിഞ്ഞതെന്നും മനസ്സിലാക്കാം. കൂടാതെ ഇതിനുശേഷം രഞ്ജിത്ത് ജിതിനെ കൺട്രോൾ ചെയ്യാൻ പോകുന്ന ടൈമിൽ ആ മുറിവിൽ ജിതിൻ ബാൻഡേഡ് ചുറ്റിയിരിക്കുന്നതായും കാണാം. ഈ ചിത്രത്തിന്റെ സംവിധായകൻ മനു സുരാജ് ഇതിനു മുന്നേ ബേസിൽ ജോസഫിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്തിരുന്നതാണ്. ഇതുകൊണ്ടാകാം ചിത്രത്തിന്റെ ഇടയ്ക്ക് ബേസിൽ ജോസഫിനെ ഒരു പരിപാടിയിലേക്ക് അതിഥിയായി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്ന രീതിയിൽ ഒരു ഡയലോഗ് കൊണ്ടുവന്നത്. ഷാജി, രഞ്ജിത്ത്, ജിതിൻ ഈ 3 പേരും 3 നിറങ്ങളാണ് സ്ഥിരമായി യൂസ് ചെയ്തിരുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതുകൊണ്ട് തന്നെ ആ ഒരു ഗെയിമിലെ 3 റൂളുകൾ എടുത്തു തന്നെ കാണിക്കുന്ന സമയം ഇതേ 3 നിറങ്ങൾ വെച്ച് തന്നെയാണ് അവിടെ പ്രധാന ഭാഗങ്ങൾ മാർക്ക് ചെയ്തിരിക്കുന്നതെന്നും കാണിച്ചിട്ടുണ്ട്. ഇവരിങ്ങനെ ബോഡി സ്വാപ്പ് ആയതിനു ശേഷം അവിടുത്തെ 7ാമത്തെ റൂൾ എടുത്തു തന്നെ കാണിക്കുന്ന സമയം അവിടെ ഇംഗ്ലീഷിൽ ഒരു വാചകം കൊടുത്തിട്ടുണ്ട്. സോ ഇതിന്റെ തർജ്ജിമ എന്ന് പറയുന്നത് ഭൗതികമല്ലാത്ത എന്തെങ്കിലും വസ്തുവാണ് ബെറ്റ് വെക്കുന്നതെങ്കിൽ അതിന്റെ അനന്തരഫലങ്ങൾ
അവർ തന്നെ കണ്ടെത്തേണ്ടി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ ഭൗതികമല്ലാത്ത ആത്മാവാണ് ബെറ്റ് വെച്ചിരിക്കുന്നത്. ഇതുകൊണ്ടാണ് അതിന്റെ അനന്തരഫലങ്ങൾ അവർ തന്നെ അനുഭവിക്കുകയും അതിനുള്ള വഴി അവർ തന്നെ കണ്ടെത്തേണ്ടി വരികയും ചെയ്യുന്നത്. സിനിമയുടെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് രഞ്ജിത്ത് എന്ന ആ ഒരു ക്യാരക്ടറിന് ചില അസുഖങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ബോഡി തിരിച്ചു കിട്ടേണ്ട ആവശ്യം രഞ്ജിത്തിന് ഇല്ലായിരുന്നുവെന്നും ഷാജിയും ജിതിനും കണ്ടെത്തുന്നുണ്ട്. ഈ സമയങ്ങളിൽ രഞ്ജിത്ത് ഇതിനെ സൂചിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ള തനിക്ക് ആ ബോഡി തിരിച്ചു കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, താൻ ചത്തിട്ടില്ലല്ലോ എന്നുള്ള രീതിയിലുള്ള ഡയലോഗുകളെല്ലാം എടുത്ത് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിനെല്ലാം മുന്നേ തന്നെ ബോഡി സ്വാപ്പ് ആയതിനു ശേഷം ജിതിന്റെ ശരീരത്തിലുള്ള രഞ്ജിത്തിന് ബോധം വന്ന് യഥാർത്ഥ രഞ്ജിത്തിനെ കാണുന്ന സമയത്ത് ജിതിൻ ചെറുതായി അല്ലെങ്കിൽ രഞ്ജിത്ത് ചെറുതായി ചിരിക്കുന്നതായി നമുക്ക് കാണാം. സോ ഇവിടെ വെച്ച് തന്നെ ആദ്യമായി ആ ഒരു സ്വാപ്പിങ്ങിന് ശേഷം രഞ്ജിത്തിന് ബോധം വരുന്ന ടൈമിൽ തന്നെ അയാൾ ശരീരം മാറിയിരിക്കുന്നുവെന്നും അതുകൊണ്ട് തനിക്ക് വേഗം മരിക്കണ്ട എന്നും അറിഞ്ഞുകൊണ്ട് ചിരിക്കുന്നതായി കാണിച്ചിരുന്നു. സിനിമയുടെ ക്ലൈമാക്സിൽ കാണിക്കുന്ന ആ ഒരു ഡാൻസിൽ ബാക്ക്ഗ്രൗണ്ടിലായി മഹാഭാരത യുദ്ധത്തെ സൂചിപ്പിക്കുന്ന പല കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ചിത്രം ഇത്തരത്തിൽ ബാറ്റിൽ ഫീൽഡ് അഥവാ പടക്കളം എന്നുള്ള അർത്ഥത്തിൽ വരുന്നത് കൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന രീതിയിലുള്ള ഒരു ഡാൻസ് ഐറ്റമും ഇത്തരത്തിൽ ബാക്ക്ഗ്രൗണ്ടും അവിടെ കൊടുത്തു പോയത്. ജിതിൻ കാമുകയോട് താൻ ജർമ്മനിക്ക് പോകാൻ തീരുമാനിച്ചിരുന്നതിനെ പറ്റിയെല്ലാം പറയുന്നുണ്ട്. പിന്നീട് ഈ ജിതിൻ ഒരു ഇന്റേൺഷിപ്പിൽ പങ്കെടുക്കുന്ന സമയത്ത് ജിതിൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ജർമ്മനിയിലേക്ക് പോകുന്നതിനെ പറ്റിയുള്ള കാര്യമായിരുന്നു അതെന്ന് കാണാം. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഈ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങളും തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്തുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ.